ചോദിച്ചപ്പോ അവൻ പറയണ്ട് രാവിലെ ഇറങ്ങിയെന്ന്. അപ്പൊ ഇവിടെ പണ്ടേ എത്തേണ്ടതല്ലേ? അതെ, ഞാൻ നടരാജനെ വിളിച്ചപ്പോൾ നടരാജൻ പറഞ്ഞു ബസ്സിൽ കയറുന്ന കണ്ടോന്ന്. ഇപ്പൊ മണി 3 ആയില്ലേ, ഇവിടെ എത്ര സമയം കഴിഞ്ഞില്ലേ? അങ്ങനെ ദൂരേക്കൊക്കെ പോണ ആളല്ലേടി അമ്മാവൻ? പിന്നല്ലാണ്ട് ലോകത്തിന്റെ എവിടം വരെ വേണമെങ്കിലും പോകും. അതിങ്ങനെ അടങ്ങി വീട്ടിലിരിക്കുന്ന ആളല്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് പോയി ഇനി വല്ല തലകർക്കോ വല്ല വന്നിട്ട് അല്ല ആശുപത്രിയിലായോ? ഏയ്, അമ്മ അവന് തല കറക്കമൊന്നും വരില്ലേ. ഇതിപ്പോ എന്റെ സംശയം, ബസ്സിലിരുന്ന് വരുന്ന വഴിക്ക് എവിടെയോ ബാറിന്ന് ബോർഡ് കണ്ട് ചാടി അവിടെ ഇറങ്ങി 2 എണ്ണം കഴിച്ചിട്ട് വന്ന് ഉണ്ണാന്നൊക്കെ ഉള്ള തയ്യാറെടുപ്പില്ല. അതായിരിക്കും അവിടെ ഇരുന്ന് അടിച്ചോണ്ടിരിക്കും. പിന്നെ അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മാവൻ. വരാന്ന് പറഞ്ഞ അവിടെ വരും. ഇതെന്തോ തട്ടുകേട് പറ്റിയിട്ടുണ്ട്. എനിക്ക് പേടി. അവിടെ ഷുഗറും പ്രഷറൊക്കെ ഉള്ളതാന്നേ. അമ്മ അവനെ തട്ട് വരാൻ പോകും, ചുമ്മാ ഇരിക്കും. ചെലപ്പോ വല്ല കഴിക്കണ ആളാണ്. എന്ത് അതൊക്കെ കഴിച്ചാൽ എത്ര കൃത്യമായിട്ട് ഇവിടെ ഒന്ന് എത്തിക്കോളും. അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. അമ്മ കൂടി ഒന്ന് വിളിച്ചു നോക്കി. എടി വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് പറയണേ. വിളിച്ചില്ലാന്ന് വേണ്ട. ആ ചായനെങ്ങാനും വിളിച്ചു പറഞ്ഞാലോ ഇനി അല്ല, ഇനിയിപ്പം അതായിരിക്കും നല്ലത്. നേരെ പോലീസുകാരാകുമ്പോ അന്വേഷിക്കുമല്ലോ. അതെ, പോലീസുകാരോട് പറഞ്ഞു ഒന്ന് അന്വേഷിക്കും. തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ ഈ പോലീസിന്റെ സഹായം ഒന്നും വേണ്ട. എന്റെ പിള്ളേരോട് പറഞ്ഞ അപ്പൊ തന്നെ അമ്മ തപ്പിയെടുത്ത് തന്നേനെ. നിങ്ങൾ മറിച്ചേനെ മിണ്ടാതിരുന്നോ ക്ലീറ്റോ? ഇത്ര നേരം വന്നാൽ വഴി വരെങ്കിലും ഒന്ന് ഇറങ്ങി ചെല്ലല്ലോ നിങ്ങക്ക്. ഈ ഞാൻ എവിടെയെന്ന് പറഞ്ഞു പോയി അന്വേഷിക്കും. വിളിച്ചോ ഫോൺ എന്ത് കിട്ടണ്ടേ? ഫോൺ സ്വിച്ച് ഓഫ്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടാ നീ ആരെങ്കിലും കണ്ടായിരുന്ന ഇങ്ങോട്ട് വന്നത്? പ്രായമായിട്ട് ഒരാൾ ഇങ്ങോട്ട് നമ്മുടെ വഴിക്ക് വന്നെ കണ്ടായിരുന്ന? ഞാൻ കണ്ടു. അതെ അമ്മാവ, ഇനിയും വൈകിയുണ്ടല്ലോ ഈ സാധനങ്ങളെല്ലാം തീരും. ഈ ചെറുക്കം ഒരു തീറ്റിപ്പുണ്ടായിരുന്നു. ഞാനൊന്ന് ജംഗ്ഷൻ വരെ ഒന്ന് പോയി നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോ. ഞാൻ ഇതിലെ കൊണ്ടുവരാം. എന്തെങ്കിലും അറിഞ്ഞാ വേഗം വിളിക്കണേ. വിളിക്കാം. കനകനൊന്നുകൂടെ വിളിച്ചു നോക്കാം കേട്ടോ. ആ